എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് വൈകുന്നേരം ചായക്ക് ബ്രെഡും അതേപോലെ തന്നെ നന്നായിട്ട് പഴുത്ത പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ലൊരു സ്നാക്സിന്റെ റെസിപ്പി കേട്ടോ. മാത്രമല്ല ഉള്ളിലാണെന്നുണ്ടെങ്കിലും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒക്കെ വന്നിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബ്രെഡിന്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നന്നായിട്ട് പഴുത്ത 2 ഏത്തപ്പഴമായിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ പച്ചയൊന്നും ആവരുത്, ശരിക്കും പഴുത്ത ഏത്തപ്പഴം തന്നെ വേണം എടുക്കാനായിട്ട്. എടുത്തിരിക്കുന്ന പഴമൊക്കെയും ഇതേപോലെ ചെറുതായിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്തും കൂടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാനായിട്ട് പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അടുത്തേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയോ ഓയിലോ എല്ലാം ചേർക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് നെയ്യ് തന്നെ ചേർക്കുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഈ തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ നെയ്യിൽ കിടന്നുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ വഴന്ന് വരണം. ശരിക്കും ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലോണം നെയ്യിൽ കിടന്നുകൊണ്ട് ഒന്നും കൂടി ചൂടായിട്ട് വരണം കേട്ടോ. കണ്ടോ, ഇതേപോലെ നല്ലോണം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കലാണ്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മൾ എടുത്തുക്കുന്ന പഴത്തിന്റെ മധുരവും കൂടി ഒന്ന് നോക്കണം കേട്ടോ. നല്ലോണം മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും. അപ്പം ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതേപോലെ തന്നെ നമ്മൾ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ എടുത്ത് ഏലക്ക പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ പഴവും തേങ്ങയും എല്ലാം നല്ലോണം തന്നെ ഒന്നും കൂടി മിക്സ് ആയിട്ട് ശരിക്കും ഒന്നും കൂടി യോജിച്ച് വരണേ. അപ്പൊ കൈയെടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടതാ ഇതേപോലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും പഴുത്ത പഴമായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് റെഡി ആയിട്ട് വന്നത്. നമ്മുടെ തേങ്ങയും അതേപോലെ തന്നെ പഴവും പഞ്ചസാരയും ഏലക്കപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് ശരിക്കും മധുരമുള്ള ഒരു ഫില്ലിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സ്നാക്സിനായിട്ട് ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് 4 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ശരിക്കും ഒന്നും കൂടെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ സ്നാക്സ് പോലെ നമുക്ക് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കട്ട് ചെയ്യുന്ന ബ്രെഡിന്റെ സൈഡൊക്കെ ഉണ്ടല്ലോ, അത് കളയണ്ട. നന്നായിട്ട് ഉണങ്ങിയ ഒരു മിക്സറെ ജാറിലിട്ട് ശരിക്കും ഒന്നും കൂടെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ പരത്തി തീരെ കനം കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കനം കുറച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് ഓയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാതെ നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. എല്ലാ ബ്രെഡും ഇതേപോലെ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴത്തിന്റെ മിക്സ് ഉണ്ടല്ലോ അതങ്ങ് വെച്ച് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് മൈദയുടെ ഒരു മിക്സും കൂടി റെഡിയാക്കി എടുക്കണം. ഒരു 1/2 കപ്പ് മൈദയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുതേ. കണ്ടോ, ഇതേപോലെ ഒരുപാട് കനമൊന്നുമില്ലാതെ ഒരുപാട് കട്ടിയൊന്നുമില്ല, എന്നാൽ നല്ല ലൂസും ഇല്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പൊട്ടും തന്നെ സമയം കളയാതെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നന്നായിട്ട് പരത്തി വെച്ചിരിക്കുന്ന ബ്രെഡിന്റെ നടുക്കിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴത്തിന്റെ മിക്സും അതേപോലെ തന്നെ മൈദയുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ 4 സൈഡിലും ഇതേപോലെ ഒന്നും കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ രണ്ടായിട്ട് മടക്കി സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒട്ടും തന്നെ വിട്ടൊന്നും പോവാത്ത രീതിയിൽ ഇതേപോലെ നന്നായിട്ട് ഒന്നും കൂടി പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കി എല്ലാം പരത്തി വെച്ചിരിക്കുന്ന ബ്രെഡിന്റെ നടുക്കിലേക്ക് നമ്മുടെ പഴത്തിന്റെ മിക്സും അതേപോലെ തന്നെ സൈഡിലായിട്ട് നമ്മൾ ആ മൈദയുടെ പേസ്റ്റും കൂടി ഒന്നങ്ങോട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കി സമൂസയുടെ ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ വെക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും കേട്ടോ. അടുത്ത എല്ലാ ബ്രെഡിന്റെ ഉള്ളിലും നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ആദ്യമേ റെഡിയാക്കിയ മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞില്ലായിരുന്നു, ആ സൈഡെല്ലാം മിക്സറുടെ ജാറിൽ നന്നായിട്ട് തന്നെ ഒന്നും കൂടി പൊടിച്ചെടുത്തതാണ്. നമ്മുടെ ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസിൽ നല്ലോണം തന്നെ ഒന്നും കൂടി കോട്ട് ചെയ്തെടുക്കുക. മൈദയുടെ മിക്സിൽ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് അങ്ങോട്ട് പൊടിഞ്ഞു പോകും. ജസ്റ്റ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ബ്രെഡ് ക്രംസിലും നല്ലോണം തന്നെ ഒന്നും കൂടി കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ബ്രെഡും നന്നായിട്ട് തന്നെ ഒന്നും കൂടി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡിന്റെ സ്നാക്സും ഇതേപോലെ നല്ല ചൂടായ ഓയിലിലേക്കിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസ് ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉള്ളിലെ ഫില്ലൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നതാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് ബ്രെഡിന്റെ ആ മേൽഭാഗം മാത്രം ഒന്നും കൂടെ മുരിഞ്ഞു വന്നാൽ മാത്രം മതിയാവും. ഒരു വശമൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞപ്പോൾ മറിച്ചിട്ട് കൊടുത്ത് ഇനിയിപ്പോൾ രണ്ടാമത്തെ വശവും കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ റെഡിയായി കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അതുകൊണ്ട് തന്നെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിലും വെക്കേണ്ട, ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട കേട്ടോ.
കണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ 2 വശം മുരിഞ്ഞ് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോവാതെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങോട്ട് കോരി എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് മാറ്റി കൊടുക്കുക. അടുത്ത ബാച്ചും ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിന്റെ റെസിപ്പി എന്ന് പറയുന്നത്. കണ്ടോ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി സ്നാക്സ് തന്നെയാണ്. നമുക്ക് റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവരും വൈകുന്നേരം മിസ് ചെയ്യാതെ ചായക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ. ഉറപ്പായിട്ടും ഇഷ്ടാവും. മധുരമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമ്മുടെ പഴത്തിന്റെ ആ ഒരു മധുരമൊക്കെ നോക്കിയിട്ട് പഞ്ചസാരയുടെ അളവിൽ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാവുന്ന നല്ല അടിപൊളി കിട്ടുന്ന സ്നാക്സ് തന്നെയാണ്. ഉള്ളിലാണെന്നുണ്ടെങ്കിലും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങും അതേപോലെ തന്നെ പുറംഭാഗമൊക്കെ ആണെങ്കിലും നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്ന അടിപൊളി സ്നാക്സ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. കൂടെ തന്നെ വീഡിയോ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇതേപോലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേറെയും ഒരുപാട് സ്നാക്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. എല്ലാവരും വൈകുന്നേരം നല്ല ചൂട് ചായയോടെ നമ്മുടെ ഈ സ്നാക്സ് ഒക്കെ കഴിച്ച് അടിപൊളിയായിട്ടിരിക്കുക. നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.